റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം. പ്രസവ സമയത്ത് പുറത്തെടുക്കുമ്പോൾ നവജാത ശിശുവിന്റെ വലതു കൈന്റെ എല്ല് പൊട്ടിയതായി കണ്ടെത്തി. കോഴിക്കോട് കക്കോടി ഒറ്റത്തെങ്ങ് സ്വദേശി സുജിൻ അമല ദമ്പതികളുടെ കുഞ്ഞിന്റെ കൈയാണ് ഒടിഞ്ഞത്. ആശുപത്രി അധികൃതർ മാതാപിതാക്കളെ കാണിക്കുന്നതിന് മുൻപ് കുട്ടിയുടെ കൈയിൽ പ്ലാസ്റ്റർ ഇട്ടു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് പോലീസ് എന്നിവിടങ്ങളിൽ കുടുംബം പരാതി നൽകി. പ്രസവത്തിൽ അവരുടെ കയ്യിൽ ഉണ്ടായ പിഴവ് കാരണം പറ്റിയ സംഭവം. അവരത്രയും കെയർ ചെയ്യണമായിരുന്നു. ജനിച്ച് വീണ കുട്ടിക്കാണ് ഇത്രയും ഒരു ഇൻസിഡൻറ്റ് പറ്റിയെന്നുള്ളത് പോലും ഓരോരു ബോധം വെക്കാതെയാണ് അവരെ അത്രയും എന്താ പറയുക പിഴവ് കാണിച്ചത് അവർ. അപ്പം തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൻറ്റിയും അതേപോലെ തന്നെ ആൻറ്റി അവിടെ പോയിട്ട് കെഞ്ചി കരയുകയാണ്. എൻ്റെ കുട്ടീൻ്റെ കൈ ഇങ്ങനെ നീലിച്ച് വരുന്നുണ്ട്, ഇങ്ങനെ വീങ്ങിയിട്ട് അത്രയും കരഞ്ഞിക്കാണ് കുട്ടി. കാരണം എനിക്ക് ആ ഭാഗത്ത് പിടിക്കാനും കൂടെ പറ്റുന്നില്ല, കുട്ടീൻ്റെ കൈ വേദനിച്ചിട്ട്. അത്രയും പെടഞ്ഞ് കരഞ്ഞിക്കുന്ന, പ്രസവത്തിൽ കരയും കൂടെ ചെയ്യാത്ത കുട്ടി അന്നേരം പെടഞ്ഞ് കരഞ്ഞിക്കുന്നു. ഇനി ഇങ്ങനത്തെ ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇനിയുള്ള കുട്ടികൾക്ക് ആർക്കും വരാതിരിക്കണം, അത്രയേ ഉള്ളൂ. അതിൻ്റെതായ നീതി ഞങ്ങൾക്ക് കിട്ടണം. ഷാഹിദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷാഹിദ്, ജനിച്ചു വീണ ഉടൻ കുഞ്ഞിന്റെ കൈ ഒടിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രമേൽ അലക്ഷ്യമായി കൈകാര്യം ചെയ്തു എന്നതുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്ന ആരോപണം. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് വിവരങ്ങൾ? മാധു, നമുക്കറിയാം, അതായത് ഈ സംഭവം നടക്കുന്നത് 14-ാം തീയതിയാണ്. കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് ഈ ഡെലിവറി നടക്കുന്നത്. ഡെലിവറി നടന്ന ഉടൻ തന്നെയാണ് ഈ കുട്ടിയെ പുറത്തിറക്കുന്ന ഘട്ടത്തിൽ കുട്ടിയുടെ കൈയിന്റെ എല്ല് പൊട്ടുന്നത്. വലത്തെ കൈയാണ്. പക്ഷേ ആ ഘട്ടത്തിൽ ആ കുടുംബത്തിന് ആ കുട്ടിയെ കാണിച്ചു നൽകിയില്ല. തുടർന്ന് ഇവർ ഉടൻ തന്നെ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇടുകയാണ് ചെയ്തത്. പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം ഈ അമ്മയെ, അതായത് ഫീഡിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്താണ് ഈ അമ്മ ഈ കുട്ടിയെ കാണുന്നത്. ആ സമയത്താണ് ഈ കുട്ടിയുടെ കയ്യിൽ പ്ലാസ്റ്റർ കാണുന്നതും എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഇവർ പറയുകയും ചെയ്യുന്നത്. ഈ ഡെലിവറി കഴിഞ്ഞ ഉടൻ തന്നെ കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞു എന്ന് ആശുപത്രി അധികൃതർ എങ്ങനെ മനസ്സിലാക്കി? എക്സ്റേ അടക്കമുള്ള കാര്യങ്ങൾ അതിനു മുൻപ് എടുത്തോ? പ്ലാസ്റ്റർ ഇടുന്നതിന് മുൻപ് എന്താണ് സംഭവിച്ചത്? അതായത് കുട്ടിയുടെ കൈ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ അത് മനസ്സിലാക്കുന്നത്, ഈ കുട്ടിയുടെ കൈ ഒടിഞ്ഞു എന്നുള്ളത്. കാരണം ആ കുട്ടി ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ കുട്ടിയുടെ കൈ നീലിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഡോക്ടർമാർ മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇടുകയാണ് ചെയ്തത്. പക്ഷേ ഇത് കുടുംബത്തെ കൃത്യമായിട്ട് ആദ്യഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് പ്ലാസ്റ്റർ ഇട്ട് ഈ ഫീഡിങ് നടത്തി ഈ കുട്ടിയെ മാതാവ് ആന്റിയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് ആ പ്ലാസ്റ്റർ അഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. എന്നാൽ പിന്നീട് പ്ലാസ്റ്റർ ഇടാൻ വേണ്ടി ആശുപത്രി അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയോ മറ്റോ ആകുന്ന സമയത്താണ് ഈ പ്ലാസ്റ്റർ താഴെ വീഴുന്നത്. പിന്നീട് രാത്രി 9 മണി വരെ ഈ കുടുംബം ആശുപത്രിയിൽ വെയിറ്റ് ചെയ്തു. പക്ഷേ ഒരു തരത്തിലും ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ ഇവർ തന്നെ ഡിസ്ചാർജ് ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിൽ പോയി കുട്ടിയുടെ കൈക്ക് പ്ലാസ്റ്റർ ഇടുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ അതിനിടയിൽ തന്നെ ഈ കുട്ടിയുടെ കൈയിന്റെ എല്ല് കയറിപ്പോയി. കാരണം ചെറിയ കുട്ടിയാണ്, കരയുന്ന സമയത്ത് കൈയിട്ടടിക്കും ഒക്കെ തന്നെ ചെയ്യും. ആ ഘട്ടത്തിൽ കുട്ടിയുടെ കൈയിന്റെ എല്ല് കയറി പോവുകയും ചെയ്തു. മാത്രമല്ല കുട്ടിയുടെ കൈ വണ്ണം വെക്കുകയും ഒക്കെ തന്നെ ചെയ്തു. നിലവിൽ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയുടെ ചികിത്സയിലാണ് ഈ കുട്ടി ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഒരു ചെറിയ പിഞ്ചു കുഞ്ഞാണ്. അതിന് കൃത്യമായിട്ട് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ കരയാൻ പോലും അറിയാൻ പറ്റാത്ത ഒരു പ്രായം. ആ പ്രായത്തിലാണ് ഇത്തരത്തിൽ ഒരു അശ്രദ്ധ മൂലം, വലിയ രീതിയിലുള്ള അശ്രദ്ധയാണ്, ചെറിയൊരു അശ്രദ്ധയല്ല, ആ അശ്രദ്ധ മൂലം ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പരാതി നൽകാൻ കുറച്ച് താമസിച്ചു. കാരണം ഈ പ്രസവം കഴിഞ്ഞ ഉടൻ തന്നെ ഈ യുവതിയുടെ ഭർത്താവിന്റെ അച്ഛൻ മരിച്ചു. അങ്ങനെ രണ്ട് തരത്തിൽ ഈ കുടുംബം പലതരത്തിലുള്ള മാനസിക പ്രയാസത്തിലായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ DMOക്കും അതുപോലെ തന്നെ ആശുപത്രി സൂപ്രണ്ടിനും ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനും ഒക്കെ തന്നെ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. തങ്ങൾക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ഷാഹിദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.